നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ജിമ്മിൽ പോയിട്ടും അല്ലെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാറ്റ് അതായത് നിങ്ങളുടെ തടി കുറയുന്നില്ലെങ്കിൽ നിങ്ങൾ ദയവായി നിങ്ങളുടെ ഭക്ഷണ ക്രമീകരണം നടത്തണം. നമ്മൾ എത്ര വ്യായാമം ചെയ്താലും നമ്മൾ കഴിക്കുന്ന നമ്മുടെ ഭക്ഷണത്തിന്റെ കണ്ടന്റ് അത് നമ്മൾ കുറയ്ക്കണം. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കണം. നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫാറ്റ് ബേൺ ചെയ്യണം. എക്സസൈസിലൂടെ നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഫാറ്റ് ബേൺ ചെയ്യണം. ഞാൻ ഒരുപാട് ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിക്കണം, 4 നേരവും നിങ്ങൾ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കണമെന്ന്. ഇന്ന് എൻ്റെ ഫുഡ് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് 1 ഗ്ലാസ് വെള്ളം കുടിക്കും. അത് വെറും പച്ചവെള്ളം. ഇതാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്തതിന് ശേഷം ഞാൻ 1 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുന്നു. 1 ഗ്ലാസ് വെള്ളം ഞാനൊരു 10-15 മിനിറ്റിനുള്ളിൽ 1 ഗ്ലാസ് വെള്ളം കുടിച്ചു. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് 7:30 ആകുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതായത് ഒരപ്പവും കുറേ പച്ചക്കറികൾ, അതായത് ചെറുപയർ, ബീൻസ് ഉണ്ട്, സവോള, ക്യാരറ്റ്, ഇങ്ങനെ കുറച്ച് പച്ചക്കറികൾ ഞാൻ നല്ലവണ്ണം വേവിച്ച് കുറച്ച് മഞ്ഞളും കുരുമുളകും 1 പച്ചമുളകും ഇട്ട് നല്ലവണ്ണം വേവിച്ച് ആവശ്യത്തിന് വേവിച്ചതിന് ശേഷം ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുത്തു. പിന്നെ ഞാൻ 1 എഗ്ഗ്, മുഴുവനുള്ള 1 എഗ്ഗും. ഇതാണ് എൻ്റെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നല്ല പ്രോട്ടീൻ അടങ്ങിയ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ദിവസം നിങ്ങളിങ്ങനെ ലൈറ്റല്ല, നമുക്കൊരു ഹെവി ഫുഡ് തന്നെയാണ് ഇത് തന്നെ ധാരാളം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ബേൺ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് വണ്ണം കുറയണമെങ്കിൽ നാം തന്നെ നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്യണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീട്ടിൽ നിന്ന് ഹോം ഫുഡായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ തന്നെ തയ്യാറാക്കുന്ന ഫുഡായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് കഴിച്ചാൽ തന്നെ എനിക്ക് നല്ലവണ്ണം വയറൊക്കെ നിറയും. കുറേ പച്ചക്കറികൾ, അതായത് ഇതാണ് ചെറുപയറും ഞാൻ പറഞ്ഞ കൂട്ടുകളെല്ലാം ഇട്ടുള്ള വേവിച്ചുള്ള പച്ചക്കറികളാണ്. ഉപ്പൊക്കെ ഇട്ടിട്ട് മഞ്ഞളും ഇടും. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാകില്ല, പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എൻ്റെ ക്ലയൻസ് പറയാറുണ്ട്, ടീച്ചർ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളെ ഒന്ന് കാണിക്കണം. ഇതൊരു ദിവസത്തെയാണ്. ഞാനിങ്ങനെ വെറൈറ്റി ആയ ഫുഡാണ് കഴിക്കുന്നത്, സ്വന്തമായി പാചകം ചെയ്ത് ആയിട്ടാണ് കഴിക്കുന്നത്. ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചയ്ക്കത്തെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരും. ഉച്ചയ്ക്കത്തെ ഫുഡ്, രാത്രിക്കത്തെയും വൈകുന്നേരവും എല്ലാം ലൈറ്റ് ആയിട്ടാണ് കഴിക്കുന്നത്. അപ്പം അല്ലാണ്ട് നമ്മൾ കുറേ ഫുഡ് കഴിക്കണം, എനിക്ക് വിശപ്പ് നിൽക്കുന്നില്ല എന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നു, ഭക്ഷണം കഴിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ നിങ്ങൾ 1 ഗ്ലാസ് വെള്ളം കുടിക്കുക. 1 ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിയുമ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ധാരാളം മതി. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം നമുക്കൊരു വിഷമം ഉണ്ടാവും, പക്ഷെ അത് ഡെയിലി അത് ശീലമായിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ നമ്മുടെ ഭക്ഷണ ക്രമീകരണം നിങ്ങൾ വ്യായാമത്തോടൊപ്പം നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം. അല്ലാതെ നിങ്ങൾ വ്യായാമം ചെയ്തിട്ട് നിങ്ങളുടെ ഭാരം കുറയുകയില്ല. നമ്മൾ കൺട്രോൾ ചെയ്യണം നമ്മുടെ ഫുഡ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാം, നട്ട്സ്, അണ്ടിപ്പരിപ്പ്, അതുപോലെ ബദാം, വാൾനട്ട്, ഇങ്ങനെയുള്ള നമുക്ക് കഴിക്കാം. പക്ഷെ ഒരുപാട് എടുത്ത് കഴിക്കരുത്. അണ്ടിപ്പരിപ്പൊക്കെ ആണെങ്കിൽ 2-3 കഴിക്കാം, വാൾനട്ട് കഴിക്കാം 2-3, ബദാം കഴിക്കാം. ഇതൊക്കെ കഴിച്ചാൽ നമുക്ക് വിശപ്പുണ്ടാകുകയില്ല. നിങ്ങളത് ശീലിച്ചു നോക്കും. നിങ്ങളത് കഴിച്ച് നിങ്ങളൊരു 1 മന്ത് നിങ്ങൾ ഇങ്ങനെയുള്ള ഫുഡുകളെല്ലാം കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റും. പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ ദിവസം 1 മുട്ടയെങ്കിലും നിങ്ങൾ കഴിക്കണം.
മുട്ട കഴിച്ചെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഡെയിലി ഒരു മുട്ടയെങ്കിലും നിങ്ങൾ കഴിക്കണം. ഞാൻ എൻ്റെ ക്ലയൻസിനോട് ഞാൻ കാണിക്കുകയാണ്, ഇത്രയും നിങ്ങൾ കഴിച്ചാൽ മതി, ധാരാളം നിങ്ങൾക്ക് വിശപ്പൊക്കെ മാറും. വിശപ്പ് മാറിയതെന്ന് നിങ്ങൾ പറയേണ്ട, നിങ്ങളത് ശീലിക്കാനിട്ടാണ്. ഒരുപാട് കഴിക്കുമ്പോൾ നമുക്ക് വയറ് വലിയതായി നമ്മുടെ അകത്തേക്ക് കുറേ പോകും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെയുള്ള ഫുഡുകൾ കഴിക്കുക. അപ്പോൾ ക്ലയൻസിന് ഞാൻ മെനു കൊടുക്കാറുണ്ട്, ഇങ്ങനെ എന്ത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അവരതുപോലെ ചെയ്യെങ്കിൽ മാത്രമേ അവർക്ക് ഗുണങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അപ്പൊ ഇന്ന് എൻ്റെ മെനു ആണ്. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഇന്ന് ഞാൻ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വീഡിയോയിൽ വന്നതാണ്. അപ്പം ഇതുപോലെ നമുക്ക് ധാരാളം പച്ചക്കറികളും ആവശ്യത്തിനുള്ള പ്രോട്ടീനൊക്കെ ഉള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നതാണ്. ലൈക്കും ഷെയറും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്